സുമോദ, ഇന്ത്യയെ ലക്ഷ്യമിട്ടുകൊണ്ട് 400ഓളം ഡ്രോണുകൾ പാകിസ്ഥാൻ അയച്ചു. അതെല്ലാം ചെറുത്തു തോൽപ്പിച്ചു ഇന്ത്യ എന്നാണ് വിക്രം മിശ്രി അറിയിച്ചിരിക്കുന്നത്. എങ്ങനെയായിരുന്നു ഇന്ത്യയുടെ പ്രതിരോധം? ഇന്ത്യ വളരെ ശക്തമായ പ്രതിരോധം തന്നെയാണ് ഒരുക്കിയത് എന്നാണ് ഈ വാർത്താ സമ്മേളനത്തിൽ അവർ അറിയിച്ചത്. മാത്രമല്ല 36 ഇടങ്ങളെ കേന്ദ്രീകരിച്ചുള്ള ആക്രമണമാണ് പാകിസ്ഥാൻ ലക്ഷ്യമിട്ടത്. ഇതിൽ സൈനിക താവളങ്ങളുണ്ട്, വിമാനത്താവളങ്ങളുണ്ട്, അങ്ങനെ തന്ത്രപ്രധാനമായ സ്ഥാപനങ്ങളും തന്ത്രപ്രധാനമായ സ്ഥലങ്ങളും കേന്ദ്രീകരിച്ചുള്ള ആ വലിയ തരത്തിലുള്ള ആക്രമണമാണ് പാകിസ്ഥാൻ ലക്ഷ്യമിട്ടത്. പക്ഷേ ഇതൊന്നും ലക്ഷ്യം കണ്ടില്ല. ഇതെല്ലാം ആകാശത്ത് വെച്ച് തന്നെ തവിടുപൊടിയാക്കി കളഞ്ഞു എന്നുള്ള ഒരു വിവരം തന്നെയാണ് പങ്കുവച്ചിരിക്കുന്നത്. വളരെ ആശ്വാസമുള്ള വാർത്തയാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. കാര്യം 300 മുതൽ 400 വരെ ഡ്രോണുകളാണ് പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് അയച്ചത്. അതിനുശേഷം പാകിസ്ഥാൻ നടത്തുന്നത് വളരെ കല്ലുവെച്ച നുണയാണ് പറയുന്നത്. കാരണം ഇന്ത്യ സ്വന്തം നഗരങ്ങളെ ലക്ഷ്യമിടുകയാണ്, ആ തരത്തിലുള്ള ആക്രമണമാണ് എന്നുള്ള തരത്തിലുള്ള ഒരു വ്യാജ പ്രചരണമാണ് പാകിസ്ഥാൻ നടത്തുന്നത് എന്നുള്ളൊരു കാര്യം കൂടി അവർ പറഞ്ഞു. ഇതുകൂടാതെ വ്യോമ അതിർത്തികൾ തുറന്നിട്ടുകൊണ്ടുള്ള ഒരു ആക്രമണം കൂടിയായിരുന്നു നടത്തിയത്. വ്യോമാക്രമണം തുറന്നിടുന്നതിനുള്ളൊരു പ്രധാനമായിട്ടുള്ള ഒരു അവർക്ക് ഉള്ള ഗുണം എന്ന് പറയുന്നത് തന്നെ ഈ മനുഷ്യ കവചമായി യാത്രാ വിമാനം എയർബസ് 320 ഉപയോഗിച്ചു എന്നുള്ള ഒരു ആരോപണം തന്നെയാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. അത് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സോഫിയ ഖുറേഷി ഉയർത്തിക്കാട്ടിയത്. ദമാമിൽ നിന്നും ലാഹോറിലേക്ക് പറക്കുകയായിരുന്ന വിമാനം മുകളിൽ ഉള്ളപ്പോൾ തന്നെയാണ് ഇത്തരത്തിലുള്ള ആക്രമണം നടത്തിയത് എന്നുള്ളൊരു കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ്. പാകിസ്ഥാൻ ഡ്രോണുകൾ ഭട്ടിണ്ട ലക്ഷ്യം വെച്ചു എന്നുള്ളൊരു കാര്യം കൂടി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഭട്ടിണ്ടയിലെ സൈനിക താവളവും കൂടി ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയത്. ഇന്ത്യൻ വ്യോമസേന അങ്ങേയറ്റം ജാഗ്രത പുലർത്തിക്കൊണ്ടാണ് പ്രത്യാക്രമണം നടത്തിയത് എന്നുള്ളൊരു കാര്യം കൂടി അവർ വ്യക്തമാക്കുന്നുണ്ട്. മനുഷ്യകവചമായിട്ട് തന്നെയായിരുന്നു ഈ യാത്രാ വിമാനങ്ങളെ ഉപയോഗിച്ചിരുന്നത് എന്നുള്ളൊരു കാര്യം വ്യക്തമാക്കിയിരുന്നു. ഇതും കൂടാതെ ഒരു ന്യൂനപക്ഷ ആരാധനാലയങ്ങളെയും ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്കും എതിരെ വലിയ തരത്തിലുള്ള ആക്രമണമാണ് പാകിസ്ഥാൻ അഴിച്ചുവിട്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം പറയുന്നു. ക്രൈസ്തവ മാനേജ്മെന്റിന്റെ സ്കൂളുകൾ ആക്രമിച്ചു. ഇവരുടെ പ്രാർത്ഥനാ സമയത്താണ് ആക്രമണം നടന്നത്. 2 കുട്ടികൾ കൊല്ലപ്പെട്ടു എന്നുള്ളൊരു വിവരം ഇവർ പുറത്തുവിടുന്നുണ്ട്. കന്യാസ്ത്രീ മഠങ്ങൾ ആക്രമിക്കാൻ ശ്രമിച്ചു, ഗുരുദ്വാരകൾ ആക്രമിക്കാൻ ശ്രമിച്ചു. ഇതെല്ലാം പാക് ഷെല്ലിങ്ങിലൂടെയാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഇവർക്കെതിരെ ഇന്ത്യക്കെതിരെ നടത്തിയത്. അതേസമയം ആകാശമാർഗം ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള എല്ലാ നീക്കങ്ങളും പൂർണ്ണമായും തന്നെ തടയാൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്നുള്ളൊരു കാര്യം തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതുകൂടാതെ ഈ ഷെല്ലുകൾ ഉപയോഗിച്ചുള്ള ഒരു ആക്രമണത്തിൽ രക്ഷിതാക്കൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. സ്കൂൾ അടച്ചിട്ടിരുന്നതിന് വലിയ ആളപായം ഒഴിവായതായിട്ടാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇതിലും വലിയ ഭീകരമായ നഷ്ടം തന്നെ ഉണ്ടാകുമായിരുന്നു എന്നുള്ള ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഒരു ജവാന്റെ ജീവൻ നഷ്ടമായി വീരമൃത്യു വരിച്ചത് അടക്കമുള്ള കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്.